ഇടയ്ക്കിടയ്ക്ക് വായിൽ പുണ്ണ് വരിക, അതുപോലെ തന്നെ കൈകാലുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് തരിപ്പ് പോലെയുള്ള പ്രശ്നങ്ങൾ, ഓർമ്മക്കുറവ്, ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മിക്കവാറും പറയാറുണ്ട് വൈറ്റമിൻ B12 കുറവ് കൊണ്ടായിരിക്കും. അപ്പോൾ ഈ വൈറ്റമിൻ B12 കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം, അത് കുറഞ്ഞാൽ എന്തൊക്കെ ദോഷങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഞാൻ ഡോക്ടർ പ്രിയ, എയർവാ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. ഈ വൈറ്റമിനുകൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫംഗ്ഷൻസും പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ വൈറ്റമിനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ബി കോംപ്ലക്സുകളാണ്. അതിൽ വൈറ്റമിൻ B12 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ നമ്മുടെ ശരീരത്തിൽ വഹിക്കുന്ന ഒന്നാണ്. ഇതിൽ കൊബാൾട്ട് എന്ന് പറയുന്ന ഒരു ലോഹത്തിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ കൊബാൾട്ട് അമീൻ അല്ലെങ്കിൽ സൈനോ കൊബാലമീൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വൈറ്റമിൻ B12 ഉണ്ടെങ്കിൽ അത് നമ്മുടെ കുടലിൽ വെച്ച് നമ്മുടെ ആമാശയത്തിൽ നിന്നുണ്ടാക്കുന്ന ഇൻട്രൻസിക് ഫാക്ടറിന്റെ സഹായത്തോടെ കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യും ബാക്കി പ്രവർത്തനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ വൈറ്റമിൻ B12 ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ RBCയുടെ ആ ഒരു സൈസും വലുപ്പവും ഒക്കെ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് WBCയുടെ പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. WBCയുടെ പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കൊരു ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നാഡികളുടെ പ്രവർത്തനത്തിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. ഈ നാഡികളുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മുടെ നാഡികൾ ചെറിയ ചെറിയ വയറ് പോലെയാണ്. വയറിന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് വയറിൻ്റെ ഉള്ളിൽ ചെമ്പ് കമ്പി അതിനെ കവർ ചെയ്യുന്ന ഒരു ഇൻസുലേറ്റർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടാവും. അതുപോലെ നമ്മുടെ നാഡികൾക്ക് പുറത്തൊരു കവറിങ് ഉണ്ട്, അതാണ് മൈലൈൻ ഷീത്ത് എന്ന് പറയുന്നത്. ഈ മൈലൈൻ ഷീത്തിൻ്റെ ആ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടും അവരുടെ ആ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ടും അവരുടെ ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ B12. ഇത് കൂടാതെ തന്നെ നമ്മുടെ എനർജി പ്രൊഡക്ഷന് വേണ്ടി പ്രധാനമായിട്ടും നമ്മുടെ ഫാറ്റ് അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ ഒക്കെ മെറ്റബോളിസത്തിന് നടക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടി വൈറ്റമിൻ B12 സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ പ്രോപ്പറായിട്ടാണോ നടക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് കംപ്ലയിൻസ് ഒക്കെ വരുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു സൈനായിട്ട് കാണിക്കുന്ന ഒരു അമിനോ ആസിഡ്സ് ആണ് ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്നത്. ഈ ഹോമോസിസ്റ്റീൻ്റെ മെറ്റബോളിസത്തിന് സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ B12. അപ്പോൾ വൈറ്റമിൻ B12 നമ്മുടെ ശരീരത്തിൽ കുറയുന്ന സമയത്ത് ഹോമോസിസ്റ്റീൻ്റെ അളവ് കൂടുകയും അത് നമുക്ക് ഹാർട്ട് കംപ്ലയിൻസും നമ്മുടെ രക്തക്കൊള്ളുകളെയൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ള രോഗത്തിലേക്ക് പോകാനും ഒരു റിസ്ക് ഫാക്ടറായിട്ട് നമ്മൾ കാണാറുമുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ പല ഗ്രന്ഥികളുടെ പ്രധാനമായിട്ടും തൈറോയ്ഡ് ഗ്രന്ഥികളുടെയും അതുപോലെ തന്നെ അഡ്രിനൽ ഗ്രന്ഥികളുടെയൊക്കെ പ്രവർത്തനത്തിന് വേണ്ടി സഹായിക്കുന്നതും വൈറ്റമിൻ B12 ആണ്. നമ്മുടെ ആമാശയത്തിൻ്റെയും നമ്മുടെ കുടലിൻ്റെയും ഒക്കെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഇപ്പോൾ നമുക്ക് വായിൽ പുണ്ണ് വരാതിരിക്കാനും ഒക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ B12 എന്നുള്ളത്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ DNA സിന്തസിസിനും അല്ലെങ്കിൽ DNA ചെറിയ ചെറിയ റിപ്പയർ ഒക്കെ നടക്കാനുണ്ടെങ്കിലും അതിനൊക്കെ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ B12 എന്നുള്ളത്. നമുക്ക് വേണ്ട നോർമൽ വൈറ്റമിൻ B12 ലെവൽ എന്ന് പറയുന്നത് 300 പൈക്കോഗ്രാം ആണ്, അല്ലെങ്കിൽ 0.3 മില്ലിഗ്രാം ആണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ നോർമലി വൈറ്റമിൻ B12 ഒന്ന് ടെസ്റ്റ് ചെയ്യാനോ ഒന്നും അങ്ങനെ പോകാറില്ല. പൊതുവേ ലക്ഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വൈറ്റമിൻ B12 കുറവാണ് അല്ലെങ്കിൽ ബി കോംപ്ലക്സ് വൈറ്റമിൻ്റെ ഒരു ഡെഫിഷ്യൻസി മൂലമാണ് എന്ന് പറഞ്ഞാണ് നമ്മൾ മിക്കവാറും എല്ലാവരും തന്നെ ട്രീറ്റ് ചെയ്യാറ്. അപ്പോൾ ഈ വൈറ്റമിൻ B12 കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കുമെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ വായിൽ പുണ്ണ് ഇടയ്ക്കിടയ്ക്ക് വരിക, വിട്ട് മാറാതെ ഒരു പുണ്ണ് കഴിയുമ്പോഴത്തേക്കും അടുത്തത് വരിക, അല്ലെങ്കിൽ അത് റിക്കറൻ്റ് ആയിട്ട് നിൽക്കുക, വരുന്ന പുണ്ണ് തന്നെ ഉണങ്ങാൻ താമസിക്കുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പോൾ വായിൽ പുണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കേൾക്കുമ്പോൾ വായിൽ പുണ്ണ് നിസ്സാരമാണെങ്കിലും അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഈ വായിൽ പുണ്ണിനോടൊപ്പം തന്നെ നമ്മുടെ നാവ് നല്ല രീതിയിൽ ചുമന്ന് തിളക്കമായിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷൻ നമ്മൾ ഗ്ലോസൈറ്റിസ് എന്ന് പറയും. അപ്പോൾ ഇതൊരു വൈറ്റമിൻ B12 കുറഞ്ഞുള്ള ആൾക്കാർ ഒരു റെഡ് ഫ്ലാഗ് സൈനായിട്ട് തന്നെ നമുക്ക് ഗ്ലോസൈറ്റിസിനെ പറയാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒന്നാണ് അനീമിയ എന്നുള്ളത്. അപ്പോൾ വൈറ്റമിൻ B12 ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചുവന്ന രക്താണുക്കളുടെ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. ചുവന്ന രക്താണുക്കളുടെ ആ ഒരു ഷേപ്പ് നഷ്ടപ്പെടുകയും അത് ഭയങ്കര എൻലാർജ് സൈസിലോട്ട് പോകുമ്പോൾ നമ്മളതിനെ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്നാണ് പറയുക. അപ്പോൾ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. അത് നമ്മൾ പറയുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിൽ തന്നെ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷന് കാരണവും ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയാണ്. നമ്മുടെ ശരീരത്തിൽ ഇൻട്രൻസിക് ഫാക്ടർ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാകുന്നതാണ് നമ്മുടെ വൈറ്റമിൻ B12 അബ്സോർപ്ഷന് സഹായിക്കുന്നത്. അപ്പോൾ ഇൻട്രൻസിക് ഫാക്ടർ കുറയുമ്പോൾ വൈറ്റമിൻ B12 കുറയുന്നു. അതുമൂലം ഉണ്ടാകുന്ന അനീമിയകളെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണ് പെർനീഷ്യസ് അനീമിയ. അപ്പം അങ്ങനെയും ഒരു കാരണം ഉണ്ടാവുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ പറഞ്ഞതുപോലെ നാഡികളുടെ പ്രവർത്തനത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നാഡികളുടെ പ്രവർത്തനം മൂലമാണ് നമ്മുടെ ബ്രെയിനിൻ്റെ പവർ നടക്കുന്നത്, നമ്മൾ നടക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്, എല്ലാ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുന്നത് നാഡികളാണ്. അപ്പോൾ ഈ നാഡികൾ മൊത്തത്തിലൊരു ഡാമേജ് ആവുകയാണെങ്കിൽ
ഒന്നാമതായിട്ട് നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നു, നമുക്ക് ഒരു കാര്യത്തിലും അറ്റൻഷൻ ഉണ്ടാവുന്നില്ല, ഓർമ്മക്കുറവ് ഉണ്ടാവുന്നു. നമ്മുടെ ഒരു ഓൾഡ് ഏജ് എത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് പല കാര്യങ്ങളും മറന്നു പോകാം. ഒരു സാധനം വെച്ചാൽ അത് എവിടെയാണെന്ന് മറന്നു പോവുക. പല കാര്യങ്ങളും ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുടെ കേസിലൊക്കെ വൈറ്റമിൻ B12 കുറയുന്ന സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ പോലും അവർക്ക് പേപ്പറിൽ കറക്റ്റായിട്ട് എഴുതാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ ക്ലാസ്സിലെ കുറച്ചുകൂടെ ബാക്കായി പോവുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണിക്കാറുണ്ട്. ഇനി അടുത്തായിട്ട് പറയുന്നത് ബ്രെയിൻ ഫാഗ്, അല്ലെങ്കിൽ തലയ്ക്കൊരു കനം, ഒരു മന്ദതയായിരിക്കും നമുക്ക് തോന്നുക. ഇനി നടക്കാൻ പോകുമ്പോൾ വേച്ച് പോവുക, അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ട് തോന്നുക, ഇതും നമുക്കൊരു സ്പൈനൽ കോഡിൻ്റെയോ അല്ലെങ്കിൽ സുഷുമ്ന നാഡിനെയൊക്കെ ബാധിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ലക്ഷണങ്ങളാണ്. ഇനി ഇതോടൊപ്പം തന്നെ കൈകാലുകൾക്കുള്ള തരിപ്പ്, പെരുപ്പ്, ഇവിടെയും നാഡികളെ ബാധിക്കുന്നത് മൂലം ഉണ്ടാവുന്നതാണ്. ഇങ്ങനെ ന്യൂറോപ്പതിയുടെ പല പല വിഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. ഏതൊരു ഏരിയയിലെ മൈലിൻ ഷീത്തിനെയാണോ ബാധിച്ചത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് സിംറ്റംസ് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം സ്പൈനൽ കോഡിലാണെങ്കിൽ നമുക്ക് നടക്കാൻ കട്ടിലേന്നൊക്കെ എണീക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് വേച്ച് പോവുക, അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് ബാലൻസ് തെറ്റി പോവുക, ഇങ്ങനത്തെ ലക്ഷണങ്ങളായിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുക. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് വൈറ്റമിൻ B12 കുറയുമ്പോൾ ഉണ്ടാവുന്നതാണ്. ഇനി ഇത് കൂടാതെ തന്നെ നമ്മുടെ ഹാർട്ടിന്റെ ഫംഗ്ഷൻസിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ വൈറ്റമിൻ B12 കുറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അമിനോ ആസിഡ്സ് ആയിട്ടുള്ള ഹോമിസിസ്റ്റീൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ്, മെത്തിയോണിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ഡൈജസ്റ്റ് ചെയ്തുണ്ടാവുന്ന ഒരു കണ്ടന്റ് ആണ്. അപ്പോൾ നോർമലി അതിൻ്റെ ലെവൽ നമ്മുടെ കുറവായിരിക്കും നമ്മുടെ ശരീരത്തിൽ. വൈറ്റമിൻ B12 കുറയുന്ന സമയത്ത് ഇതിൻ്റെ ലെവൽ അങ്ങ് കൂടാൻ തുടങ്ങും. ഈ ഹോമോസിസ്റ്റീൻ്റെ ലെവൽ കൂടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ രക്തക്കൊഴലുകളും നമ്മുടെ ബ്ലഡ് വെസൽസിനൊക്കെ ഡാമേജ് ഉണ്ടാവാൻ തുടങ്ങും. നമുക്ക് അതിറോസ്ക്ലിറോസിസ്, അല്ലെങ്കിൽ നമ്മുടെ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥകളും ഒക്കെ ആയിട്ട് മാറും. അത് നമ്മുടെ ഹാർട്ടിൻ്റെ ഫംഗ്ഷനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ B12 എന്ന് പറയുമ്പോൾ നിസ്സാരമായി കാണുന്ന ഒരു വൈറ്റമിൻ ആണെങ്കിലും നമ്മുടെ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ വരെ കൺട്രോൾ ചെയ്യുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ B12 എന്നുള്ളത്. ഈ പറഞ്ഞ ലക്ഷണത്തോടൊപ്പം തന്നെ ഈ പെരിഫറൽ ന്യൂറോപ്പതിയോട് കൂടെ തന്നെ ഒപ്റ്റിക് ന്യൂറോപ്പതി, നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച മങ്ങുക, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ അനീമിയ, നേരത്തെ പറഞ്ഞ പോലെ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ അല്ലെങ്കിൽ പെർനീഷ്യസ് അനീമിയ ഒക്കെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അനീമിയയുടെ ലക്ഷണങ്ങളായിട്ടുള്ള ഭയങ്കരമായുള്ള ക്ഷീണം, തലയ്ക്കൊരു കനം പോലെ, തലവേദന, ചെവിയിലൊരു മൂളൽ, മരവിപ്പ് പോലെയുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ഭയങ്കരമായ വിളർച്ചയുടെ ലക്ഷണങ്ങൾ നമ്മളിൽ കാണാറുണ്ട്. WBCയുടെ പ്രൊഡക്ഷന് കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് രോഗപ്രതിരോധ ശേഷി വളരെയധികം കുറയുന്നതായിട്ട് കാണാം. ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരിക, കുഞ്ഞുങ്ങളിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് റിക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുന്നതും ഒക്കെ നമുക്ക് വൈറ്റമിൻ B12 കുറയുമ്പോൾ കാണാറുണ്ട്. ഈ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടോടൊപ്പം തന്നെ ചെറുപ്പക്കാരിൽ പെട്ടെന്ന് തന്നെ പക്ഷാഘാതം പോലെയുള്ള പ്രശ്നങ്ങളും ഒക്കെ വൈറ്റമിൻ B12 കുറയുമ്പോഴാണ് കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണുന്നത്. മറ്റ് വൈറ്റമിൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാലും നമുക്കൊരു ഉന്മേഷക്കുറവും അല്ലെങ്കിൽ ഒരു ഉത്സാഹക്കുറവും ജോലി ചെയ്യാനുള്ളൊരു ക്ഷീണവും ഒക്കെ നമുക്ക് തോന്നാറുണ്ട്. അതുപോലെ വൈറ്റമിൻ B12 കുറഞ്ഞാലും ഈ കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെയും അതുപോലെ തന്നെ അഡ്രിനൽ ഹോർമോൺസിൻ്റെയും ഒക്കെ ആ ഒരു വേരിയേഷൻസ് കാണിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആൻസൈറ്റി, ഡിപ്രഷൻസ്, മൂഡ് ഡിസോർഡർ, ഇറിറ്റബിലിറ്റി പോലെയുള്ള മാനസിക പ്രശ്നങ്ങളും വൈറ്റമിൻ B12 കുറഞ്ഞാലും ഉണ്ടാവും. അപ്പോൾ ഒരു ആൾക്ക് നമ്മുടെ അടുത്ത് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലും ഏതെങ്കിലും ഒരാൾക്ക് ന്യൂറോപ്പതിയുടെ സിംറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഡിപ്രഷൻ പോലെയുള്ള മൂഡ് സ്വിങ്സുകൾ കാണിക്കാറുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് അനീമിയ അല്ലെങ്കിൽ ഒരു ഉന്മേഷക്കുറവ്, ഒരു ഉത്സാഹക്കുറവ്, ഭയങ്കര ക്ഷീണം, പേശികൾക്ക് വേദന, ഈ പറയുന്ന പ്രശ്നങ്ങളും നമുക്ക് നടക്കാൻ പോകുമ്പോൾ വേച്ച് പോകുന്ന പ്രശ്നങ്ങളും ഒക്കെ കാണിക്കുന്നതെങ്കിൽ മിക്കവാറും അവർക്കൊരു വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ആയിരിക്കും. ഇതോടൊപ്പം തന്നെ നമ്മുടെ ആമാശയത്തിനെയും കുടലിനെയും ഒക്കെ ബാധിക്കുന്ന രീതിയിലും അതോടൊപ്പം തന്നെ വായിൽ പുണ്ണ് വരിക, ഈ പറയുന്ന ലക്ഷണങ്ങളും കൂടെ കാണിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ ഇത് ആർക്കാണ് കൂടുതലായിട്ടും വൈറ്റമിൻ B12 കുറയുന്നതെന്ന് നോക്കാം. ഈ വൈറ്റമിൻ B12 എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ കുറയാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാമത് പ്യുവർ വെജിറ്റേറിയൻസ് ആണെങ്കിൽ കൂടുതലും ഈ വൈറ്റമിൻ B12 അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ മാംസത്തിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ വൈറ്റമിൻ B12 കുറയാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ആണെങ്കിൽ, ഒട്ടും നോൺ വെജ് കഴിക്കാത്ത ഒരാളാണെങ്കിൽ അവർക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. 75 വയസ്സിന് മുകളിലെത്തിയ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാണിക്കാറുണ്ട്. ഇത് കൂടാതെ തന്നെ വൈറ്റമിൻ B12 അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മുടെ കുടലിൽ ഇൻട്രൻസിക് ഫാക്ടർ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് വേണം. അപ്പോൾ നമ്മുടെ കുടലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗങ്ങൾ, കോൺസ് ഡിസീസ്, സീലിയാക് ഡിസീസ്, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും സർജറി ഒക്കെ കുടലിന് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഇവർക്കൊക്കെ ഒരു വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാണിക്കാറുണ്ട്. ഈ പറഞ്ഞ കൂട്ടുകാരോടൊപ്പം തന്നെ അധികമായിട്ട് മദ്യപാനം ശീലമുള്ള ആൾക്കാർ, കണ്ടിന്യൂസ് ആയിട്ട് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് കഴിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ആവശ്യമില്ലാതെ മരുന്ന് കഴിക്കുന്ന ആൾക്കാർ, ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും കൂടാതെ മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ആമാശയത്തിൽ കൃത്യമായിട്ടൊരു ബാക്ടീരിയകളൊന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളൊക്കെ നശിച്ചു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് കറക്റ്റായിട്ട് ഈ ഒരു വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ നടക്കാതെ വരികയും അങ്ങനെയും ഈ ഒരു വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാണിക്കാറുണ്ട്. അപ്പം എന്ത് തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ വെജ് ഫുഡ് തന്നെയാണ്. ബീഫ് അല്ലെങ്കിൽ ചിക്കൻ പോലെയുള്ള പ്രോട്ടീൻസ്, മുട്ടയുടെ മഞ്ഞ,
അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾ, പനീർ, തൈര്, ചീസ് ഇവയിലൊക്കെ B12 അടങ്ങിയിട്ടുണ്ട്. ഇലക്കറികളിലും ധാരാളമായിട്ട് വൈറ്റമിൻ B12 അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാണിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഒരു വെജിറ്റേറിയൻ ആണെങ്കിൽ അവർ കംപ്ലീറ്റ്ലി ഈ ഒരു ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഫോർട്ടിഫൈഡ് ചെയ്തിട്ടുള്ള സിറിയൽസും പൾസസും ഒക്കെ ഉണ്ട്. ഈ വൈറ്റമിൻ B12ന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള സിറിയൽസും പൾസസും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കഴിക്കേണ്ടതാണ്. ഇപ്പം അതും അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒരു ഡോക്ടറോട് അഡ്വൈസ് പ്രകാരം തന്നെ വൈറ്റമിൻ B12ന്റെ ടാബ്ലറ്റ്സുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും കഴിക്കുക. ഇല്ലെങ്കിൽ ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് നമുക്ക് ഒരു പ്രായം എത്തുന്നതിൻ്റെ മുൻപ് തന്നെ വരാം. ഇനി കറക്റ്റായിട്ട് വൈറ്റമിൻ B12ന്റെ ഒരു അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആ ഒരു pH മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ ആമാശയത്തിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും കഴിക്കുക. ഇതിനോടൊപ്പം തന്നെ അപ്പം പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഉലുവ, മാതളം, കരിക്ക്, ഏത്തപ്പഴം ഇവയിലൊക്കെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിക്കുമ്പോൾ മാക്സിമം ഇതൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ആമാശയത്തിൻ്റെ pH കറക്റ്റ് ആയിരിക്കും. കറക്റ്റായിട്ട് ഒരു അബ്സോർപ്ഷനും നടക്കാൻ സഹായിക്കും. ഇനിയിപ്പം അസിഡിറ്റി, ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള ആൾക്കാരാണെങ്കിൽ കഴിവതും ഈ ഒരു ജങ്ക് ഫുഡുകൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. ജങ്ക് ഫുഡുകൾ ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഭക്ഷണങ്ങൾ തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇതോടൊപ്പം തന്നെ നമ്മുടെ ആമാശയത്തിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ഡൈജഷൻ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോബയോട്ടിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രോബയോട്ടിക്സിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെ പുളിയില്ലാത്ത തൈര് ദിവസവും കഴിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പഴങ്കഞ്ഞി, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നല്ലെണ്ണ കൊണ്ട് ഉപയോഗിച്ചുണ്ടാക്കുന്ന അച്ചാറുകൾ, ഉപ്പിലിട്ടുള്ള ക്യാബേജുകൾ, ക്യാരറ്റ് ഇവയൊക്കെ ഒരു പ്രോബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്യും. ഈ പ്രോബയോട്ടിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മൾ പ്രീബയോട്ടിക്സ് എന്നാണ് പറയാം. പ്രീബയോട്ടിക് ആയിട്ടുള്ളതാണ് പുളിപ്പിച്ചിട്ടുള്ള മാവ് കൊണ്ടുണ്ടാക്കുന്ന ഇഡ്ഡലി, ദോശ, അപ്പം ഇവയൊക്കെ പ്രീബയോട്ടിക് ആണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ വൈറ്റമിൻ B12 അടങ്ങിയത് മാത്രം കഴിച്ചാൽ പോരാ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടെ കഴിക്കേണ്ടതാണ്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മുടെ ഭക്ഷണമൊക്കെ ഇത് നിയന്ത്രിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഓവർകം ചെയ്യാൻ പറ്റും. അതോടൊപ്പം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക. നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, നമ്മുടെ ബോഡി വെയിറ്റ് റെഗുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ഒരാഴ്ചയിൽ 5 ദിവസമെങ്കിലും കൃത്യമായ ഒരു വ്യായാമം കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം കറക്റ്റ് ഒരു കംപ്ലീറ്റ്ലി ഒരു ഹെൽത്തി സൈക്കിളിലൂടെ പോവുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.